വയനാട്ടിലെ DCC ട്രഷററുടെ ആത്മഹത്യയ്ക്ക് പിന്നാലെ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ആരോപണം വരികയാണ്. ബത്തേരി കാർഷിക വികസന ബാങ്കിൽ ജോലിക്കായി 3 ലക്ഷം രൂപ കൊടുത്തുവെന്ന് കർഷകന്റെ വെളിപ്പെടുത്തലുണ്ട്. മണ്ഡലം പ്രസിഡന്റ് CT ചന്ദ്രൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വർഗീസ് എന്നിവർക്കെതിരെയാണ് ആരോപണം. പണം കൊടുക്കാൻ ബ്ലേഡുകാരോട് വായ്പ വാങ്ങേണ്ടി വന്നെന്നും കടം വീട്ടാൻ സ്ഥലവും വീടും വിൽക്കേണ്ടി വന്നെന്നും കർഷകൻ പറഞ്ഞു. കേൾക്കാം. ഇത് ആർക്ക് വേണ്ടിയാണ്? അവിടുന്നൊക്കെ ഇറങ്ങി അവിടുന്ന് ഇറക്കി വിട്ട് കഴിയുമ്പോൾ പോലും പൈസ മേടിച്ചു കൊടുത്താണ്. ഞാൻ 3 ലക്ഷം രൂപ കൊടുത്തതാണ്. 6 മാസം കൊണ്ട് സ്ഥിരപ്പെടുത്തി തരും. 6 മാസം കഴിയുമ്പോൾ കാർഷിക എനിക്ക് മണ്ഡലം പ്രസിഡന്റ് CT ചന്ദ്രൻ, ഇപ്പോഴത്തെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വർഗീസ്. ഈ വിജയേട്ടനല്ല, അങ്ങനെ 3 ലക്ഷം കൊടുത്തു. ജോലിയും പോയിട്ടില്ല. സ്ഥിരമായി കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ അവിടുന്ന് ലോൺ എടുത്തിട്ട് ഈ പൈസ കൊടുക്കാം, മെയിൻ്റനൻസ് ചെയ്ത് പോകാനുള്ളൂ. അങ്ങനെയാണ് അതിൽ ചാടിയത്. NM വിജയനും ജിജേഷും ആത്മഹത്യ ചെയ്തത് എന്തിനാണ് എന്നത് കൂടുതൽ വ്യക്തമാകുന്ന വെളിപ്പെടുത്തലുകളാണ് റിപ്പോർട്ടർ TV ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഒന്നൊരു കർഷകന്റെ വെളിപ്പെടുത്തൽ. 3 ലക്ഷം രൂപ കാർഷിക വികസന ബാങ്കിൽ കൊടുത്തു. അത് ബ്ലേഡ് കമ്പനിയിൽ നിന്ന് എടുത്താണ് കൊടുത്തത്. ഒടുവിൽ വീടൊക്കെ പണയം വിൽക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടായി എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി സാനിയുടെ കർഷകൻ പ്രതികരിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രതികരണം അർബൻ സഹകരണ ബാങ്കിലെ പ്രസിഡന്റായിരുന്ന സണ്ണി ജോർജിന്റെ പ്രതികരണമാണ്. ആ പ്രതികരണം കുറച്ചുകൂടി രൂക്ഷമാണ്. IC ബാലകൃഷ്ണൻ തന്നെ 17 പേരുടെ പട്ടിക കൊടുത്തു അർബൻ സഹകരണ ബാങ്കിൽ നിയമനം നടത്താൻ. അതിൽ പലരും പരീക്ഷ പോലും എഴുതിയിട്ടില്ലാത്തവരായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. സാനിയോ മുനവി നമുക്കൊപ്പം ചേരുന്നു. സാനിയോ, വളരെ പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് ആണ്. ഈ സണ്ണി ജോർജ് പറയുന്നത് വളരെ കൃത്യമായിട്ടാണ്. IC ബാലകൃഷ്ണൻ 17 പേരുടെ പട്ടിക കൊടുത്തു എന്നാണ് പറയുന്നത്. IC ബാലകൃഷ്ണനിലേക്ക് കുരുക്ക് മുറുകുകയാണോ സാനിയോ? അതായത് രണ്ട് വെളിപ്പെടുത്തലുകളാണ് നമ്മളിപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്നൊരു കർഷകൻ്റേതാണ്, ഒരു പാവപ്പെട്ട കർഷകൻ, ഈ കാപ്പി കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ. രണ്ടാമത്തേത് ഒരു പ്രമുഖൻ തന്നെയാണ്. അദ്ദേഹം ബത്തേരി അർബൻ ബാങ്കിൻ്റെ മുൻ ചെയർമാനായിരുന്നു. അദ്ദേഹം ഡോക്ടറാണ്. ഇപ്പോൾ പുൽപ്പള്ളിയിൽ ക്ലിനിക്കിട്ട് ജീവിക്കുകയാണ്. മുൻ ചെയർമാൻ എന്ന് പറയുമ്പോൾ 2021 വരെ അദ്ദേഹം തന്നെയായിരുന്നു ചെയർമാൻ. പക്ഷേ 2021 ബാങ്കിലേക്ക് നിയമനം നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോഴാണ് IC ബാലകൃഷ്ണൻ MLA ഒരു പട്ടിക ഇദ്ദേഹത്തിന് കൊടുക്കുന്നത്. അതായത് 17 പേരുടെ പട്ടികയാണ്. അത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ, ഏറ്റവും താഴെയൊക്കെയുള്ള ആളുകൾ, റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാത്തവർ അടക്കമുള്ള ഒരു പട്ടികയാണ് കൊടുത്തത് എന്നാണ് ഇപ്പോൾ ഡോക്ടർ സണ്ണി ആരോപിക്കുന്നത്. അതായത് ഈ പട്ടികയിലുള്ള ആളുകളെ നിയമിക്കണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു IC ബാലകൃഷ്ണൻ അന്ന് സമീപിച്ചത് എന്നാണ് ഡോക്ടർ സണ്ണിയുടെ ആരോപണം. കൂടാതെ ഒരു തരത്തിലും ഈ റാങ്കിൽ മുന്നിലെത്താത്ത ആളുകളെയൊക്കെ ഇൻ്റർവ്യൂവിൽ പരിഗണിച്ച് അവർക്ക് നിയമനം കൊടുക്കണമെന്ന ആവശ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. പക്ഷേ ഡോക്ടർ സണ്ണി അതിന് തയ്യാറായില്ല എന്നുള്ളതാണ്. അദ്ദേഹം ഈ ലിസ്റ്റിൽ പ്രകാരം, റാങ്ക് ലിസ്റ്റ് പ്രകാരം മുകളിലുള്ള ആളുകൾക്ക് മാത്രം ജോലി കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. അതോടുകൂടി IC ബാലകൃഷ്ണൻ മിണ്ടാതായി, അതായത് സംസാരിക്കാതായി. മാത്രവുമല്ല, അനധികൃതമായി ഒരു കാരണവുമില്ലാതെ സണ്ണിയെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. സണ്ണിയെ ബാങ്കിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. മറ്റ് പല കാരണങ്ങളും പറഞ്ഞുകൊണ്ടാണ് സസ്പെൻഡ് ചെയ്തത്. കാരണം ഈ നിയമനം IC ബാലകൃഷ്ണന് പിടിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ സസ്പെൻഷനിലേക്ക് എത്തിയതെന്നാണ് ഡോക്ടർ സണ്ണി ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. അദ്ദേഹം പറയുന്നത് മെറിറ്റിൽ പോലും ഇല്ലാത്ത വളരെയധികം മാർക്ക് കുറഞ്ഞ ആളുകളൊക്കെയാണ് ഇത്തരത്തിൽ നിയമനം നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് IC ബാലകൃഷ്ണൻ സമീപിച്ചത്. 17 പേരുടെ പട്ടികയാണ് കൊടുത്തത്. ഏതായാലും ആ പട്ടികയിൽ തനിക്ക് നിയമനം നടത്താനാവില്ല എന്ന് അറിയിച്ചു. അതിൻ്റെ ഭാഗമായാണ് തന്നെ പിന്നീട് ബാങ്കിൽ നിന്ന് ഒഴിവാക്കിയതെന്നാണ് ഡോക്ടർ സണ്ണിയുടെ വെളിപ്പെടുത്തൽ. രണ്ടാമത്തേത് ഒരു കർഷകൻ്റെതാണ്. അദ്ദേഹം സുൽത്താൻ ബത്തേരിയിലാണ്. അദ്ദേഹം പ്രാദേശിക നേതാക്കളായ 2 പേർക്ക്, മണ്ഡലം പ്രസിഡന്റിനും സെക്രട്ടറിക്കുമാണ് ഇത്തരത്തിൽ പണം കൊടുക്കേണ്ടി വന്നത്. 3 ലക്ഷം രൂപയാണ് കൊടുത്തത്. എത്രയും പെട്ടെന്ന് പണം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടതിനാൽ ബ്ലേഡുകാരോട് പലിശയ്ക്ക് വാങ്ങിയാണ് താൻ പണം കൊടുത്തതെന്ന് ആ കർഷകൻ പറയുന്നു. 3 ലക്ഷം രൂപ മാത്രം വാങ്ങിയതാണ്. പക്ഷേ അത് പിന്നീട് കടവും പലിശയും കൂട്ടുപലിശയും ഒക്കെയായി 20 ലക്ഷത്തോളം രൂപയാകുന്നു. അദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്ന കൃഷിഭൂമിയും വീടും ഇതിൻ്റെ ഭാഗമായി വിൽക്കേണ്ടി വരുന്നു. ഇപ്പോൾ മകന് ജോലിയില്ലാത്ത അവസ്ഥ. ഈ പൈസയാണെങ്കിൽ തിരിച്ചും കൊടുത്തിട്ടില്ല. 3 ലക്ഷം രൂപ മാത്രം തിരിച്ചു കിട്ടിയിട്ട് കാര്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം 20 ലക്ഷത്തോളം രൂപയുടെ ബാധ്യതകൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്നുണ്ട്. ഏതായാലും ഗുരുതരമായ
ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ IC ബാലകൃഷ്ണൻ MLA-ക്കെതിരെ മാത്രമല്ല പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ പോലും ഇത്തരത്തിൽ പണം വാങ്ങിയാണ് നിയമനം നടത്തുന്നത് എന്നുള്ളതാണ്. വയനാട്ടിലെ സഹകരണ മേഖലയെ, കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ മേഖലയെ തകർക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ വെളിപ്പെടുത്തലുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. അരുൺ, ചുരുക്കത്തിൽ സാനിയോ, IC ബാലകൃഷ്ണൻ ആദ്യം നിഷേധിച്ചിട്ട് നമ്മുടെ വാർത്ത നിഷേധിച്ചു പറഞ്ഞത് തനിക്കെതിരെ ആരൊക്കെയോ ചില ഗൂഢാലോചന നടത്തുന്നു, ഇത് ഉപജാപക സംഘങ്ങൾ നടത്തുന്ന നീക്കമാണ് എന്നാണ് IC ബാലകൃഷ്ണൻ പറഞ്ഞത്. പീറ്റർ മാസ്റ്ററിന്റെയും NM വിജയന്റെയും ഒക്കെ ഉടമ്പടി നമ്മൾ പുറത്തുവിട്ടിരുന്നു, NM വിജയൻ കൊടുത്ത കത്ത് പുറത്തുവിട്ടിരുന്നു. പക്ഷേ ഇതിനെല്ലാം IC ബാലകൃഷ്ണൻ നിരാകരിച്ചു. ടി സിദ്ദിഖ് MLA അടക്കമുള്ളവർ പോലും IC ബാലകൃഷ്ണൻ MLA-ക്ക് പിന്തുണയുമായിട്ട് വരുന്നതും കണ്ടു. ഇപ്പോൾ സണ്ണി ജോർജിന്റെ മറുപടി വരുമ്പോൾ ടി സിദ്ദിഖ് MLA-യും ഈ വിഷയത്തിൽ പ്രതിരോധത്തിലാവുകയല്ലേ? തീർച്ചയായും KPCC-യെയും DCC-യെയും ഒക്കെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലാണ് പുതിയ വെളിപ്പെടുത്തലുകൾ ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. IC ബാലകൃഷ്ണൻ MLA SP-ക്ക് തന്നെ കൊടുത്ത പരാതിയിൽ തനിക്കെതിരെ ആരോപണങ്ങളുണ്ട്, ചില ചാനലുകളൊക്കെ തനിക്കെതിരെ വാർത്തകൾ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അങ്ങനെയാണ് SP-ക്ക് പരാതി കൊടുത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ വാർത്തകൾ മാത്രമല്ല, ഓരോരുത്തരുടെയായി വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. തനിക്ക് ലിസ്റ്റ് തന്നിരുന്നു എന്ന് ഡോക്ടർ സണ്ണി പറയുമ്പോൾ അദ്ദേഹത്തിനെ അവിശ്വസിക്കേണ്ട കാര്യമേ ഇല്ല. കാരണം അദ്ദേഹം ഇപ്പോൾ രാഷ്ട്രീയത്തിലൊന്നുമില്ല, അന്നും രാഷ്ട്രീയത്തിലുണ്ടായിരുന്നില്ല, സഹകരണ ബാങ്ക് ചെയർമാനായി പ്രവർത്തിച്ചതാണ്. ഇപ്പോൾ അദ്ദേഹം രാഷ്ട്രീയത്തിലൊന്നുമില്ലാതെ ഒരു ജോലി നോക്കിക്കൊണ്ട്, ഡോക്ടറാണ്, ഡോക്ടർ പണി എടുത്തുകൊണ്ട് ജീവിക്കുകയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു താല്പര്യമുള്ളതായി നമ്മൾ സംശയിക്കേണ്ടത് പോലുമില്ല. ഏതായാലും വലിയ വെളിപ്പെടുത്തലുകൾ അങ്ങനെ വരുന്നു. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ടി സിദ്ദീഖ് MLA അടക്കമുള്ള ആളുകൾ, ND അപ്പച്ചൻ അടക്കമുള്ള ആളുകൾ, സണ്ണി ജോസഫ് MLA അടക്കമുള്ള ആളുകളൊക്കെയും വാദിച്ചത് IC ബാലകൃഷ്ണനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നു, അതിനൊരു തരത്തിലും അനുവദിക്കുകയില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഒറ്റതിരിഞ്ഞ ആക്രമണം മാത്രമല്ല നടക്കുന്നത്, വെളിപ്പെടുത്തലുകളടക്കം കൃത്യമായി വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൽ IC ബാലകൃഷ്ണന് മാത്രമല്ല പങ്ക് എന്നാണ് കർഷകന്റെ വെളിപ്പെടുത്തൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. അതായത് അദ്ദേഹം പ്രാദേശിക കോൺഗ്രസ് നേതാക്കളെ കൂടി ഈ ഒരു പ്രശ്നത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഇവർക്ക്, ഈ പ്രാദേശിക നേതാക്കൾക്ക് IC ബാലകൃഷ്ണനുമായി അടുത്ത ബന്ധമുണ്ട് എന്നുകൂടിയാണ് നമ്മൾ അറിയുന്നത്. ഏതായാലും അത്തരം കാര്യങ്ങളൊക്കെയും പുറത്തു വരുമ്പോൾ ഇത് സമഗ്രമായ അന്വേഷണം തന്നെ നടക്കേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കാനാവുന്നത്. അദ്ദേഹം ആദ്യം നമ്മൾ കൊടുത്ത ഒരു ഉടമ്പടി അത് വ്യാജമാണ് എന്ന് പറഞ്ഞു. പീറ്റർ മാസ്റ്ററുമായി NM വിജയൻ ഉണ്ടാക്കിയ ഉടമ്പടി വ്യാജമാണ്, അതിൽ തൻ്റെ പേര് വലിച്ചിഴച്ചതാണ് എന്ന് IC ബാലകൃഷ്ണൻ പറഞ്ഞു. പിന്നീട് KPCC-ക്ക് NM വിജയൻ നൽകിയ പരാതി, അതിലും തൻ്റെ പേര് വലിച്ചിഴച്ചതാണ് എന്ന് IC ബാലകൃഷ്ണൻ പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ ഇപ്പോഴാണ് ഗുരുതരമായ വെളിപ്പെടുത്തൽ വരുന്നത്. എന്തായാലും വളരെ അസ്വസ്ഥപ്പെടുത്തുന്ന വാർത്തകളാണ്, കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ആ പ്രതിരോധം നിൽക്കില്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും അർബൻ സഹകരണ ബാങ്കിൻ്റെ ചെയർമാൻ തന്നെ പറയുന്നു 17 പേരുടെ പട്ടികയാണ് IC ബാലകൃഷ്ണൻ കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ആ പട്ടികയിൽ പരീക്ഷ എഴുതാത്തവർ പോലും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയാണെങ്കിൽ ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. NM വിജയനും ജിജേഷും ആത്മഹത്യ ചെയ്തത് എന്തിനാണ് എന്നത് നമുക്കറിയേണ്ടതിന് ഉത്തരവാദിത്വമുണ്ട്. അത് ആ കുടുംബത്തിന് നീതി കിട്ടേണ്ടതാണ്. തീർച്ചയായും അതിന് പിന്നിലുള്ള നീക്കങ്ങൾ നമ്മൾ പരിശോധിക്കുക തന്നെ ചെയ്യും. റിപ്പോർട്ടർ ഈ വാർത്തയ്ക്കൊപ്പം തന്നെയുണ്ട്.